നമസ്കാരം. ഇസ്രായേൽ പാലസ്തീൻ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ഈ സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. എന്താണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണങ്ങൾ? ഈ വിഷയത്തെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തിട്ടുള്ള സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ അനിൽകുമാർ അയ്യപ്പൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ അയ്യപ്പൻ, സ്വാഗതം. നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. എന്താണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലം? ഇസ്രായേൽ പലസ്തീൻ സംഘർഷം എന്നുള്ളത് പലരും വിചാരിക്കുന്നത് പോലെ ഭൂമി സംബന്ധമായതല്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ വേരുകൾ കിടക്കുന്നത് ഇസ്ലാം മതത്തിലാണ്, അതിൻ്റെ മതഗ്രന്ഥങ്ങളിലാണ്. യഹൂദനോടുള്ള ശത്രുത ഇസ്ലാം മതഗ്രന്ഥങ്ങളിലുള്ള ഒരു കാര്യമാണ്. ഒരു യഹൂദനെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കേരളത്തിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളോട് സംസാരിച്ചാൽ പോലും ഈ യഹൂദ വിദ്വേഷം നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്. യഹൂദനോടുള്ള മുസ്ലിങ്ങളുടെ മതപരമായ ശത്രുത്വമാണ് ഇതിലെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത്. അത് പുറത്തു പറഞ്ഞാൽ അമുസ്ലിം രാജ്യങ്ങളുടെയും അമുസ്ലിങ്ങളുടെയും പിന്തുണ കിട്ടില്ല എന്നറിയാവുന്നത് കൊണ്ട് ഭൂമി സംബന്ധമായ പ്രശ്നമാണിത് എന്ന നിലയിലാണ് പൊതുവെ അവതരിപ്പിക്കപ്പെടുന്നത്. ഇന്നത്തെ ഇസ്രായേൽ പലസ്തീൻ പ്രദേശത്തിൻ്റെ ഒരു 100-130 കൊല്ലം മുമ്പുള്ള ഫോട്ടോകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വെറും മരുഭൂമിയായി കിടന്നിരുന്ന പ്രദേശമായിരുന്നു അതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ മാത്രമല്ല, യൂഫ്രട്ടീസ് നദിയുടെ തീരം മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയുള്ള പ്രദേശം പ്രായണ ശൂന്യമായി കിടക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട ചില പോക്കറ്റുകളിൽ മാത്രമേ ആൾതാമസം ഉണ്ടായിരുന്നുള്ളൂ. 15-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് അവസാനം വരെയുള്ള കാലത്തിനിടയിൽ അവിടെ സന്ദർശിച്ച സാഹസിക സഞ്ചാരികളുടെയും തീർത്ഥാടകരുടെയും സൈനികരുടെയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയും ഡയറി കുറിപ്പുകളോ അല്ലെങ്കിൽ സഞ്ചാരകൃതികളോ നമുക്കിന്ന് ലഭ്യമാണ്. ഗണ്ണർ എഡ്വേർഡ് വെബ്, ഹെൻറി മൗഡ്രൽ, തോമസ് ഷാ, ജെയിംസ് ഫിൻ, മാർക്ക് ട്വെയിൻ, ഷൂൾസ് ഷാഷെ, ലെയ്ൻ ഡി ഹാമെ, റവറൻ സാമുവൽ മാനിങ്, കേണൽ CR കോണ്ടർ, പിന്നെ JS ബക്കിംഗ്ഹാം, കൗണ്ട് കോൺസ്റ്റന്റൈൻ വോൾനി, SC ബാർട്ട്ലേറ്റ്, W അലൈൻ, അതുപോലെ WM തോംസൺ, EL വിൻസൺ തുടങ്ങി അനേകർ ഈ പ്രദേശത്തേക്ക് നടത്തിയ യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരെല്ലാം ഏകസ്വരത്തിൽ പറയുന്നത് യൂഫ്രട്ടീസ് നദിയുടെ തീരം മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയുള്ള ആ ഭാഗമുണ്ടല്ലോ മൊത്തം വരുന്നത്, അതായത് ഇറാഖിൻ്റെ ആ ഭാഗം മുതൽ ഇന്നത്തെ ഇസ്രായേലിൻ്റെ ഭാഗം വരെയുള്ളത്, ആ മൊത്തം പ്രദേശത്തെയാണ് അവർ പൊതുവെ വിശുദ്ധ നാടുകളെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ പ്രദേശം അത് ശൂന്യമായിരുന്നു, വെറുതെ ആൾപ്പാർപ്പില്ലാത്ത വിധത്തിൽ കിടക്കുകയാണെന്നാണ് അവരുടെയൊക്കെ ഡയറി കുറിപ്പുകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സഞ്ചാരകൃതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. 1827 ജർമ്മൻ എൻസൈക്ലോപീഡിയ, അതിൻ്റെ 7-ാം പതിപ്പ്, ജർമ്മൻ എൻസൈക്ലോപീഡിയയുടെ 7-ാം പതിപ്പിൽ പറയുന്നത്, ഈ പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിർജ്ജനവും അറബി കൊള്ള സംഘങ്ങൾ വിഹരിക്കുന്നതുമായ സ്ഥലമെന്നാണ്. വിശുദ്ധ നാടെന്നുള്ള ചിന്തയിൽ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള ക്രിസ്ത്യാനികൾ ഈ പ്രദേശത്തേക്ക് വന്നിരുന്നു, തീർത്ഥാടനമായിട്ട് വന്നിരുന്നു. അപ്പം അങ്ങനെ യാത്ര ചെയ്തിരുന്നവരെ തക്കവും തരവൊക്കെ നോക്കി കൊള്ളയടിക്കുന്ന അറബി കൊള്ള സംഘങ്ങളുടെ വിഹാര കേന്ദ്രമായിരുന്നു ഈ പ്രദേശമെന്നാണ് ജർമ്മൻ എൻസൈക്ലോപീഡിയ പറയുന്നത്. ഈ പ്രദേശത്തേക്കാണ് 1880-കൾക്ക് ശേഷം യഹൂദന്മാർ കുടിയേറുന്നത്. അവർ തികച്ചും നിയമപരമായ മാർഗത്തിലൂടെയാണ് കുടിയേറുക എന്നുള്ളത് മറക്കരുത്. അതായത് ലീഗൽ മൈഗ്രേഷനാണ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? കാശ് കൊടുത്ത് ഭൂമി വാങ്ങി തരിശായി കിടന്നിരുന്ന പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, കൃഷി ഇറക്കി, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ഈ ഓട്ടോമൻ തുർക്കികൾ യഹൂദ കുടിയേറ്റത്തെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. സാധാരണ ഇപ്പോൾ ധാരാളമായിട്ട് ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, യഹൂദൻ 1948, അതായത് ഹിറ്റ്ലറുടെ ആ പീഡനത്തിൻ്റെ സമയത്ത് ഒരു രക്ഷയില്ലാതെ അവർ ഓടി ഒളിച്ച് ഇതായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പലസ്തീൻ എന്ന് പറയുന്ന ഈ കുഞ്ഞു രാജ്യമാണ് അവർക്ക് അഭയം കൊടുത്ത് അവരെ പോഷിപ്പിച്ചതെന്നൊക്കെ പലരും ഡയലോഗ് അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊന്നും ഒരു കഥയുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിയേറ്റം ഈ ഹിറ്റ്ലറുടെ കാലത്തൊന്നുമല്ല, അതിനേക്കാൾ മുമ്പ് 1880-കൾ മുതൽ കുടിയേറ്റം ആരംഭിച്ചിട്ടുണ്ട്, യഹൂദ കുടിയേറ്റം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല പലസ്തീനല്ല അവരെ അഭയം കൊടുത്തത്. പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഒരു കാലത്തും. അവരെ അവിടെ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ച് യഹൂദന്മാരെ അങ്ങോട്ടേക്ക് കുടിയേറാൻ പ്രോത്സാഹിപ്പിച്ചത് ഓട്ടോമൻ തുർക്കികളാണ്. ഓട്ടോമൻ സാമ്രാജ്യം ആ സമയത്ത് അതിൻ്റെ അന്ത്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് നൂറ്റാണ്ടുകളായി, 4 നൂറ്റാണ്ടാണ്, 400 വർഷമാണ് തുർക്കികളുടെ കയ്യിൽ ഈ പ്രദേശം ഇരിക്കുന്നത്. അപ്പോൾ ഈ 400 വർഷമായിട്ടും ഇവിടെ നിന്ന് ഇവർക്ക് യാതൊരു വരുമാനവും കിട്ടിയിട്ടില്ല. കാരണം തരിശായിട്ട് വെറുതെ കിടക്കുകയാണ്. ആകെയുള്ള ഇതെന്ന് പറയുന്നത് ഈ തീർത്ഥാടകരൊക്കെ വരുന്ന സമയത്ത് അവരിൽ നിന്ന് കിട്ടുന്ന പണം, അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു വരുമാനവും ഇല്ല. അപ്പം അങ്ങനെ നൂറ്റാണ്ടുകളായി ഒരു വരുമാനവും കിട്ടാതെ തരിശായി കിടന്നിരുന്ന ആ പ്രദേശത്ത് നിന്ന് വരുമാനം ലഭിക്കാൻ തുടങ്ങുന്നത് യഹൂദന്മാർ അവിടെ കുടിയേറി കൃഷി ഇറക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഈ ഓട്ടോമൻ തുർക്കികൾ യഹൂദ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചത്.
എന്നാൽ തുർക്കിയിലെ ഇസ്ലാമിക മതഭ്രാന്തന്മാർ ഈ കുടിയേറ്റത്തെ എതിർത്തു, ശക്തമായിട്ട് തന്നെ എതിർത്തു. മുസ്ലിങ്ങളുടെ എതിർപ്പ് വന്നു കഴിഞ്ഞാൽ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ പോലും രാഷ്ട്രീയക്കാർ എത്രത്തോളമാണ് ഭയപ്പെടുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇന്ത്യക്കാരിയായ മലയാളിയായ ഒരു സഹോദരി ഹമാസിൻ്റെ മിസൈൽ ആക്രമണത്തിൽ മരിച്ചിട്ട് പോലും മുസ്ലിങ്ങളുടെ എതിർപ്പ് ഭയന്ന് ആ സഹോദരിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ തയ്യാറാകുന്നില്ല. PC ജോർജ് ചെയ്തിട്ടുണ്ട്, അത് മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ജനാധിപത്യ രാജ്യത്തെ അവസ്ഥ ഇതാണെങ്കിൽ മുസ്ലിം രാജ്യത്തെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. തുർക്കി ഗവൺമെൻറ് വേഗം ഒരു നിയമം പാസ്സാക്കി, ഈ തീവ്രവാദികളെ ഭയന്ന് ഒരു നിയമം പാസ്സാക്കി. വിദേശത്ത് നിന്ന് വരുന്ന യഹൂദന്മാർക്ക് ഭൂമി വിൽക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു ആ നിയമം. അപ്പോൾ വിദേശത്ത് നിന്ന് വരുന്ന യഹൂദന്മാർക്കാണ് അവിടെ നാട്ടിലുള്ളവർ വിൽക്കാൻ പാടില്ലാത്തത്. ആ പ്രദേശത്തുള്ള അവിടെ തന്നെയുള്ള യഹൂദന്മാർക്ക് ഭൂമി വിൽക്കാം, അവർക്ക് എത്ര വേണമെങ്കിലും ഭൂമി വിൽക്കാം. പക്ഷെ പുറമേ നിന്ന് വരുന്ന ആൾക്കാർക്ക് ആരും ഭൂമി കൊടുക്കാൻ പാടില്ല. ഇതായിരുന്നു നിയമം. അപ്പോൾ എന്ത് ചെയ്തു, ഈ അവിടെ ഉള്ള യഹൂദന്മാരുണ്ടല്ലോ, ആ പ്രദേശത്തുണ്ടായിരുന്ന യഹൂദന്മാർ, അവർ ഭൂമി വാങ്ങിക്കൂട്ടാൻ തുടങ്ങി. അവർ കൂടുതൽ ഭൂമി വാങ്ങിക്കൂട്ടുകയും വിദേശത്ത് വരുന്ന യഹൂദന്മാർക്ക് ഈ ഭൂമിയിൽ താമസിക്കാനും കൃഷി ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം കൊടുക്കുകയും ചെയ്തു. പക്ഷേ രേഖകൾ പ്രകാരം ഭൂമിയുടെ ഉടമസ്ഥൻ മറ്റേ യഹൂദനാണ് ഈ വിധത്തിൽ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും യഹൂദ കുടിയേറ്റം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഇസ്ലാമിക മതഭ്രാന്തന്മാർ പിന്നെയും എതിർപ്പുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി. അപ്പോൾ തുർക്കി ഗവൺമെൻറ് പുതിയ ഒരു നിയമം, അടുത്തൊരു നിയമം കൊണ്ടുവന്നു. 1888 എൻ്റെ ഓർമ്മ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തോ സ്വദേശത്തോ ഉള്ള യഹൂദന്മാർക്ക് ആരും ഭൂമി വിൽക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു ആ നിയമം. അപ്പോൾ അതുവരെ ആർക്കും വേണ്ടാതെ വെറുതെ കിടുന്ന ഭൂമിയാണ്. ആലോചിച്ച് നോക്കണം. അത് പിന്നെ യഹൂദന്മാർക്ക് ഇത് വിൽക്കാൻ പാടില്ല എന്നുള്ള ഇതൊക്കെ വന്നപ്പോൾ യഹൂദന്മാർ കൂടുതൽ വില കൊടുക്കാൻ തയ്യാറായി. 5-6 ഇരട്ടി വില കൊടുത്തിട്ടാണ് യഹൂദന്മാർ പിന്നെ ആ ഭൂമി വാങ്ങുന്നത്. അത് അവിടെ ഉണ്ടായിരുന്ന സാധാരണ ഭൂമി വിലയുടെ 5-6 ഇരട്ടി കൊടുത്ത്. അതപ്പോൾ അത്രയും പണം കിട്ടുന്നുണ്ട് കഴിഞ്ഞപ്പോൾ സർക്കാരിൻ്റെ എതിർപ്പ് മറികടന്ന് പല അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇത് കൊടുക്കാൻ തയ്യാറായി. അതിനുവേണ്ടി യഹൂദൻ ഒരു പ്രത്യേക ഫണ്ട് തന്നെ തുടങ്ങിയിരുന്നു, JNF എന്ന് പറയും, ജൂയിഷ് നാഷണൽ ഫണ്ട്. അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള യഹൂദന്മാർ കിട്ടുന്ന പണമൊക്കെ അവർ ശേഖരിച്ച് ഈ ഫണ്ടിലേക്ക് ഇങ്ങനെ വന്നിട്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ ഭൂമിയാണ് JNF അവിടെ വാങ്ങിക്കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയ ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്ത യഹൂദന്മാർ മരുഭൂമിയെ ഒരു മലർവാടിയാക്കി മാറ്റിയെടുത്തു. അവിടെ കൃഷി, മറ്റു പല കാര്യങ്ങൾ ഇതെല്ലാമായിട്ട് അതുവരേക്കും തരിശായി കിടന്ന, ഒരു ഇതുമില്ലാതെ ശൂന്യമായി നിർജ്ജനമായി കിടന്നിരുന്ന ആ പ്രദേശത്തെ ഇവർ മെച്ചപ്പെടുത്തി എടുത്തു കഴിഞ്ഞപ്പോൾ ചുറ്റുപാടുമുള്ള അറബ് രാജ്യങ്ങളിൽ പട്ടിണിയും പരിവട്ടവുമായി കിടന്നിരുന്ന അറബികൾ, അതായത് അന്ന് ഈ എണ്ണയൊന്നും കണ്ടുപിടിച്ചിട്ടില്ലാതിരുന്നത് കൊണ്ട്, ക്രൂഡ് ഓയിലും അല്ലെങ്കിൽ പെട്രോൾ അതിൻ്റെ ഇതൊന്നും കണ്ടുപിടിക്കുക അങ്ങനെയുള്ളൊരു ഇതിലേക്ക് എത്തിയിട്ടില്ലാത്തതുകൊണ്ട് അറബ് രാജ്യങ്ങൾ എല്ലാം പട്ടിണിയിലാണ്. ദിവസം 2 നേരം ഭക്ഷണം കിട്ടിയാൽ തന്നെ സുഭിക്ഷം എന്ന് വിചാരിച്ച് നടക്കുകയാണ്. ആകെ ഈ ഒട്ടകപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടി ഈന്തപ്പഴം ഒക്കെ തിന്ന് അങ്ങനെയൊക്കെ ജീവിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു, യഹൂദന്മാർ ഈ പ്രദേശം അധ്വാനിച്ച് മെച്ചപ്പെടുത്തി ഏറ്റവും ബെറ്ററാക്കിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ യഹൂദനെ ഓടിപ്പിച്ച് വിട്ട് ഈ സ്ഥലം പിടിച്ചെടുക്കാൻ ചുറ്റുപാടുമുള്ള അറബ് രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. യഹൂദന്മാരുടെ അധ്വാന ഫലം സ്വന്തമാക്കാൻ വേണ്ടി നിയമവിരുദ്ധമായിട്ടാണ് അവർ കുടിയേറിയത്. മറ്റേ യഹൂദന്മാരെ പോലെയല്ല, യഹൂദന്മാർ കൃത്യമായിട്ട് ലീഗൽ മൈഗ്രേഷൻ ആയിരുന്നു. എന്നാൽ ഇവർ നിയമവിരുദ്ധമായി കുടിയേറി, എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെ ആക്രമിക്കാൻ തുടങ്ങി. ഇത് യഹൂദന്മാരോടുള്ള മതപരമായ വെറുപ്പും അവരെ ഓടിച്ചു വിട്ടാൽ കിട്ടാൻ പോകുന്ന സമ്പത്ത് ലക്ഷ്യം വെച്ചാണ് യഹൂദന്മാർക്കെതിരെയുള്ള ആക്രമണം ഈ അറബി കുടിയേറ്റക്കാർ അവർ തുടങ്ങിയത്. അപ്പോൾ ഈ ഉദ്ദേശത്തോടെ ഈജിപ്തിൽ നിന്നും സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ജോർദാനിൽ നിന്നും കുടിയേറിയ അറബികൾ തങ്ങളെ പലസ്തീനികളെന്ന് സ്വയം വിളിക്കാൻ തുടങ്ങി. അവരാരും പലസ്തീനികളല്ല, പുറമേ നിന്ന് അങ്ങോട്ട് കുടിയേറിയവരാണെന്ന് ഓർക്കണം. ഇന്ന് പലസ്തീനികളെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ അവരാരും യഥാർത്ഥത്തിൽ അവിടെയുള്ളവരല്ല, അവരെല്ലാം പുറമേ നിന്ന് വന്ന ആളുകളാണ്. ഇപ്പോൾ പലസ്തീനികളുടെ ഒരു പ്രമുഖ നേതാവായിരുന്നല്ലോ യാസർ അറഫാത്ത്. യാസർ അറഫാത്ത് ഈജിപ്തുകാരനാണ്, കൈറോയിലാണ് പുള്ളി ജനിച്ചു വളർന്നതൊക്കെ. ഇതേപോലെ പലസ്തീൻ നേതാക്കളെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1-2 പേര് ഒഴികെ ബാക്കിയുള്ള എല്ലാ പലസ്തീൻ നേതാക്കളും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ജനിച്ചു വളർന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നവരാണ്. ഈ ഇസ്രായേലിനെ ഓടിപ്പിച്ചു വിടാൻ അല്ലെങ്കിൽ യഹൂദന്മാരെ ഓടിപ്പിച്ചു വിട്ട് അവരുടെ ഈ സമ്പത്തെല്ലാം തട്ടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ വന്ന ആളുകളാണ്. ആദ്യകാലത്ത് യഹൂദന്മാർ നിയമത്തിൻ്റെ മാർഗമാണ് നോക്കിയത്. ഓട്ടോമൻ തുർക്കികളൊക്കെ പോയി. 1917 ആയി കഴിഞ്ഞപ്പോൾ ഇത് ബ്രിട്ടൻ്റെ കീഴിലേക്ക് വന്നു. 1-ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഇത് പിടിച്ചെടുത്തു. അപ്പോൾ ബ്രിട്ടീഷ് അന്നത്തെ അധികാരികളോട് ഇവർ പരാതിപ്പെടുകയൊക്കെയാണ് ചെയ്തത്. പക്ഷേ ബ്രിട്ടൻ വലിയ കാര്യങ്ങളൊന്നും നോക്കിയില്ല, ഇവരെ കണ്ണടച്ചു വിടുകയാണ് ചെയ്തത്. അറബികളുടെ ഭാഗത്താണ് ബ്രിട്ടൻ നിന്നിരുന്നത്. അതുകൊണ്ട് നിവൃത്തിയില്ലാത്തൊരു ഘട്ടം വന്നപ്പോൾ യഹൂദന്മാർ തിരിച്ചടിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പ്രദേശത്ത് അറബി യഹൂദ കലാപം ഒരു നിത്യ സംഭവമായിട്ട് മാറുകയാണ്. അങ്ങനെ അറബി യഹൂദ കലാപം അവിടെ ആ പ്രദേശത്ത് ഒരു സാധാരണ സംഭവമായിട്ട് മാറുന്ന ആ ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ 1922 ബ്രിട്ടൻ ഒരു കാര്യം ചെയ്തു. ഈ പ്രദേശത്തെ വിഭജിച്ചു, 2ആയിട്ട് വിഭജിച്ചു.
77% വരുന്നൊരു വലിയ ഭൂപ്രദേശവും പിന്നെ 23% വരുന്ന ചെറിയ ഭൂപ്രദേശവും. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ 77% വരുന്ന ആ വലിയ ഭൂമി ഉണ്ടല്ലോ, അതൊരു രാജ്യമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. അതാണ് ഇന്നത്തെ ജോർദാൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി 23% വരുന്ന ഭൂമി അത് യഹൂദന്മാർക്ക് കൊടുത്ത് അത് യഹൂദ രാജ്യമായിട്ട് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. അത് ചെയ്യാതെ 77% വരുന്ന ഭൂമി അറബികൾക്ക് കൊടുത്തിട്ട് അത് ജോർദാൻ എന്ന് പറഞ്ഞ രാജ്യമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 23% ഭൂമി വെറുതെ ഇട്ടു. അത് എല്ലാവർക്കും അവിടെ അവകാശം ഉണ്ടെന്നുള്ളതല്ല, അത് യഹൂദന് മാത്രമല്ല എല്ലാവർക്കും. മറ്റ് ഇനിയും വരുന്ന കുടിയേറ്റക്കാരായിട്ട് പുറമെ മറ്റ് അറബി രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ അറബികൾക്കും അവിടെ അവകാശമുണ്ട്, ആർക്കും വെള്ളം അവിടേക്ക് വരാം എന്നുള്ള നിലയിൽ അത് വെറുതെ ഇട്ടു. സ്വാഭാവികമായിട്ട് പിന്നെയും അവിടെ അറബി യഹൂദ കലാപങ്ങൾ പതിവായി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ 1947 കഴിഞ്ഞതിന് ശേഷം, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ ഇടപെട്ടിട്ട് ബാക്കിയുള്ള ഈ 23% പ്രദേശത്തെ 3ആയി വിഭജിക്കാൻ തീരുമാനിച്ചു. ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനത്തെ അംഗീകരിച്ചു, അറബികൾ അംഗീകരിച്ചില്ല. അവർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് പോയി. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ അവർ പരാജയപ്പെട്ടു. പിന്നീട് അന്ന് മുതൽ ഇന്ന് വരെ ഇസ്രായേലിനെതിരെ ഏതെങ്കിലും രീതിയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലസ്തീനികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ കുടിയേറ്റക്കാർ, അവരുടെ പിൻതലമുറക്കാരൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഇസ്രായേലിനെ അവർ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും മുഖ്യധാര മാധ്യമങ്ങൾ പക്ഷപാതപരമായാണ് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തെക്കുറിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരം റിപ്പോർട്ടുകൾ വരുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ട്. ശരിക്കും ആരാണ് ഇപ്പോഴത്തെ ഏറ്റുമുട്ടലുകൾക്ക് വഴിവെച്ചത്? ഒന്ന് വിശദമാക്കാമോ? എപ്പോഴത്തെയും പോലെ ഇപ്പോഴത്തെ ഏറ്റുമുട്ടലും തുടങ്ങിയത് ഹമാസാണ്. എല്ലാ കൊല്ലവും റംസാൻ മാസമായാൽ ഹമാസിന് ഇത് സ്ഥിരം പരിപാടിയാണ്. ലോക മുസ്ലിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നത് റംസാൻ മാസത്തിലാണ്. അപ്പോൾ ഇസ്രായേലിനെ ചൊറിഞ്ഞാൽ ഇസ്രായേൽ തിരിച്ചടിക്കും. ആ തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ പലസ്തീനികൾ കിടന്ന് കരയും. ആ കരച്ചിൽ കേട്ടാൽ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ സേവ് ഗാസ എന്നും പറഞ്ഞ് അവരും കരയും. ഇതിൻ്റെയൊക്കെ അനന്തരഫലമായി ലോകം മുഴുവൻ മുസ്ലിങ്ങൾ കൊടുക്കുന്ന സക്കാത്ത് ധനത്തിൻ്റെ നല്ലൊരു വിഹിതം ഹമാസിൻ്റെ കയ്യിലെത്തും. പലസ്തീൻ നേതാക്കളെല്ലാം കോടിക്കണക്കിന് ഡോളർ ആസ്തിയുള്ളവരാണ്. ഈ റംസാൻ മാസത്തിലാണ് പല ഹമാസ് നേതാക്കളും ഗാസയിലെത്തുന്നത്. റംസാൻ കഴിയുമ്പോൾ അവർ തിരിച്ചു പോവുകയും ചെയ്യും. പലരും താമസിക്കുന്നത് യൂറോപ്പിലോ ദുബായിലോ ഒക്കെയാണ്. യാസർ അറഫാത്ത് പുള്ളി റാമള്ളയിലാണ് താമസിച്ചിരുന്നതെങ്കിലും ഈ യാസർ അറഫാത്തിൻ്റെ ഭാര്യയും മകളും പാരീസിലാണ് താമസിച്ചിരുന്നത്. അവർക്ക് മാസാമാസം $1,00,000 വെച്ചാണ് യാസർ അറഫാത്ത് ചെലവിന് കൊടുത്തിരുന്നത്. പാവപ്പെട്ട പാലസ്തീനികളെ സഹായിക്കാൻ വേണ്ടി മനസ്സലിവുള്ള മനുഷ്യർ കൊടുത്ത പണത്തിൽ നിന്നാണ് ഓരോ മാസവും $1,00,000, അതായത് ഇന്നത്തെ കണക്ക് വെച്ച് ഏതാണ്ട് 3/4 കോടി രൂപ ഓരോ മാസവും, ഒരു വർഷത്തിൽ 8 കോടി രൂപ 9 കോടി രൂപയുടെ അടുത്ത് ഈ യാസർ അറഫാത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മകൾക്കും പാരീസ് നഗരത്തിലെ ആഡംബര ജീവിതത്തിന് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരുന്നെന്ന് ഓർക്കണം. പലസ്തീനികളെ സഹായിക്കാനുള്ള ധനം മുഴുവനും വന്നിരുന്നത് അറഫാത്തിൻ്റെ സ്വന്തം അക്കൗണ്ടിലായിരുന്നുകൊണ്ട് അറഫാത്ത് മരിച്ചു കഴിഞ്ഞപ്പോൾ $1 ബില്യൺ, അതായത് $100 കോടി, ഇന്ത്യൻ രൂപയിലാണെങ്കിൽ 7356 കോടി രൂപ എവിടെ പോയെന്ന് ഒരു പിടിയുമില്ല. അറഫാത്തിൻ്റെ ഭാര്യ അടിച്ചു മാറ്റിയെന്നാണ് മറ്റ് പലസ്തീൻ നേതാക്കൾ പറയുന്നത്. എന്നാൽ ഭാര്യ പറയുന്നത് പലസ്തീൻ നേതാക്കന്മാർ ഈ തുക തട്ടിയെടുത്തെന്നാണ്. ചെറിയ തുകയൊന്നുമല്ല കേട്ടോ, $100 കോടി. ചില കണക്കനുസരിച്ച് 1.3 ബില്യണാണ്, അതായത് $130 കോടി. എന്നാൽ നമ്മൾ കുറച്ചേ എടുക്കുന്നുള്ളൂ. 30 കോടി നമ്മൾ വിടുകയാണ്. $100 കോടി, അത്രയെങ്കിലും പണം അത് ആരോ മുക്കിയിട്ടുണ്ട്. ആരാണ് മുക്കിയതെന്ന് ആർക്കും അറിയില്ല. ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൈം മാഗസിനിലൊക്കെ ഈ $1 ബില്യൺ കുറിച്ചുള്ള വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. വേർ ഈസ് അറഫാത്ത് മണി എന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വായിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോഴത്തെ പ്രശ്നം തുടങ്ങുന്നത് ഇസ്രായേലിലെ ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ടാണ്. കിഴക്കൻ ജെറുസലേമിൽ അനധികൃതമായി താമസിക്കുന്ന പലസ്തീനികളെ കുടിയൊഴിപ്പിക്കാൻ ഇസ്രായേൽ കോടതി ഉത്തരവിട്ടിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, കിഴക്കൻ ജെറുസലേമിലുള്ള മുസ്ലിങ്ങളെ മൊത്തം കുടിയൊഴിപ്പിക്കാനല്ല കോടതി പറഞ്ഞത്. അനധികൃത കുടിയേറ്റം നടത്തി അവിടെ താമസിക്കുന്ന പലസ്തീനികളെ കുടിയൊഴിപ്പിക്കാനാണ് കോടതി പറഞ്ഞത്. കോടതി ഉത്തരവ് നടപ്പാക്കാനെത്തിയ പോലീസിനെ പലസ്തീനികൾ ആക്രമിച്ചു. എന്നിട്ട് അവരുടെ മോസ്ക് ഉണ്ടല്ലോ അവിടെ, മസ്ജിദുൽ അക്സ, ആ മസ്ജിദുൽ അക്സയ്ക്കകത്ത് കയറി ഒളിച്ചിരുന്നു. മുമ്പേ തന്നെ ഈ മസ്ജിദുൽ അക്സയിൽ കല്ലുകളും മറ്റും ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് അതെടുത്ത് പോലീസിനെ പട്ടാളത്തിനെ എറിയാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഈ വിഷുവിനൊക്കെ കത്തിച്ചു വിടുന്ന വാണം ഉണ്ടല്ലോ, അതുപോലെയുള്ള അതിൻ്റെ ഇത്തിരി കൂടി വലിയ സാധനം, അതൊക്കെ അവർ ശേഖരിച്ച് വെച്ചിരുന്നു. എന്നിട്ട് അത് അവിടെ നിന്ന് തീ കൊടുത്ത് ഈ ഇസ്രായേൽ പോലീസിനെയും പട്ടാളത്തിൻ്റെ ഇടയിലേക്ക് ഇതൊക്കെ വിടുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നിവൃത്തിയില്ലാത്ത സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ പോലീസ് മസ്ജിദുൽ അക്സയിൽ ഒളിച്ചിരുന്നുകൊണ്ട് പോലീസിനെ ആക്രമിക്കുന്ന ഈ പലസ്തീൻ ഭീകരരെ റബ്ബർ ബുള്ളറ്റ് കൊണ്ട് വെടിവെച്ചു.
എന്നിട്ട് മസ്ജിദുൽ അക്സയ്ക്കകത്ത് കയറി ഈ ആക്രമണകാരികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് പലസ്തീനികൾ ഇതെല്ലാം ചെയ്തത്. മസ്ജിദുൽ അക്സയ്ക്കകത്ത് ഇസ്രായേൽ സൈന്യം കയറി എന്നും പറഞ്ഞ് ഇവർ സോഷ്യൽ മീഡിയയിൽ പിന്നെ ഭയങ്കര പ്രചരണം തുടങ്ങി. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ അത് കേട്ടപ്പോഴേ ആവേശം കയറി ഇസ്രായേലിനെ തകർക്കണം എന്ന് കൊലവിളി മുഴക്കാൻ തുടങ്ങി. ഹമാസ് ഇടതടവില്ലാതെ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം ആരംഭിച്ചു. മലയാളികൾ ധാരാളമുള്ള ഇസ്രായേലിലെ എസ്കലോൻ എന്ന നഗരത്തിലേക്ക് 5 മിനിറ്റിനുള്ളിൽ 137 മിസൈലുകളാണ് ഹമാസ് വിട്ടത്. അതായത് ഓരോ 2 സെക്കൻഡിലും ഒരു മിസൈൽ എന്നുള്ള കണക്ക്. ആ ലെവലിലാണ് ഇസ്രായേലിലേക്ക് മിസൈൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ തുടർമാനമായ ആക്രമണം വന്നപ്പോൾ ഇസ്രായേൽ തിരിച്ചടിച്ചു. ആ തിരിച്ചടിയിലാണ് കുറേ പലസ്തീനികൾ മരിച്ചത്. ആ മരിച്ചതിൽ കുട്ടികളൊക്കെ ഉണ്ട്. ഇസ്രായേലിനെതിരെ എപ്പോഴും ഉന്നയിക്കുന്ന ഒരു ഇതാണ് ഇസ്രായേൽ ഗാസയിലെ കുരുന്നുകളെ കൊല്ലുന്നു എന്നുള്ളത്. അതും കൂടി നമ്മളിതൊന്ന് അറിഞ്ഞിരിക്കണം. ഇവരുടെ ഒരു യുദ്ധതന്ത്രമാണ് ഈ പലസ്തീനികളുടെ അല്ലെങ്കിൽ ഹമാസിൻ്റെയൊക്കെ ഒരു യുദ്ധതന്ത്രമാണ്. പലസ്തീനിലെ തീവ്രവാദികൾ ചെയ്യുന്ന പരിപാടി സ്കൂളുകളുടെയോ അല്ലെങ്കിൽ അഭയാർത്ഥി കേന്ദ്രങ്ങളുടെയോ അല്ലെങ്കിൽ ആശുപത്രികളുടെയോ ഒക്കെ അടുക്കൽ നിന്ന് ഒന്നുകിൽ അതിൻ്റെ ടെറസിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഇവർ ഇസ്രായേലിലേക്ക് റോക്കറ്റൊക്കെ വിക്ഷേപിക്കുന്നത്. റോക്കറ്റ് ഇപ്പോൾ മിസൈലാണ്, പണ്ടൊക്കെ ആയിരുന്നു റോക്കറ്റ്, ഇപ്പോൾ മിസൈലാക്കിയത്. അപ്പോൾ ഇത് ഇസ്രായേലാണെങ്കിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ശത്രുക്കളുടെ ഇടയിൽ അതിജീവിച്ചു പോകുന്നത്. ഇസ്രായേലിൻ്റെ ചുറ്റുപാടുമുള്ള ഏതൊരു രാഷ്ട്രത്തിൽ നിന്നും ഇസ്രായേലിലേക്ക് എന്തെങ്കിലും സ്ഫോടക വസ്തു വിക്ഷേപിച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഈ വിക്ഷേപിച്ച പ്രദേശം ലൊക്കേറ്റ് ചെയ്ത് അവിടേക്ക് തിരിച്ച് മിസൈൽ അയക്കാനുള്ള കമ്പ്യൂട്ടർ സംവിധാനം ഇസ്രായേൽ പ്രതിരോധ വിദഗ്ധർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിട്ടവരെ അപ്പോൾ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സാധനം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ബുദ്ധികേന്ദ്രത്തിനെ പിന്നെ കൊല്ലും അവർ. പക്ഷേ ആ സ്പോട്ടിൽ ഇവിടേക്ക് ആരാണോ മിസൈൽ വിട്ടത് അവനെ അപ്പം തന്നെ കൊല്ലുക. പിന്നെ അതിൻ്റെ പുറകിൽ ഗൂഢാലോചനയൊക്കെ നടത്തിയവന്മാരെ പതുക്കെ കൊല്ലുക. ഇതാണ് അവരുടെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ചെയ്യുന്നവർക്കറിയാം, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മിസൈൽ വിടുന്നവർക്കറിയാം ഞങ്ങൾ മിസൈൽ വിട്ട് ചില മിനിറ്റുകൾ അല്ലെങ്കിൽ സെക്കൻഡുകൾ അല്ലെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് ആ സമയമാകുമ്പോഴേക്കും തിരിച്ചു കൂടെ മിസൈൽ വന്ന് വീണ്ടുണ്ടാവുന്നവർക്ക് അറിയാം. അതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു പോകാനുള്ള വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടാണ് ഇവർ ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. വിക്ഷേപണം കഴിഞ്ഞ് അപ്പം തന്നെ അവർ ആ വണ്ടി കയറി അവർ സ്ഥലം കാലിയാക്കും. അപ്പം ചില മിനിറ്റുകൾക്കുള്ളിൽ ഇസ്രായേലിൽ നിന്നുള്ള മിസൈലുകൾ ഈ കെട്ടിടങ്ങളിൽ വന്ന് വീഴും. ഈ കെട്ടിടങ്ങളിലകത്ത് ഉണ്ടായിരിക്കുന്നത് ചിലപ്പോൾ അത് സ്കൂളിൻ്റെ അടുത്താണ് ഇവർ വിട്ടിരിക്കുന്നതെങ്കിൽ സ്കൂൾ കെട്ടിടം തകരും, നിരപരാധികളായ കുട്ടികൾ മരിക്കും. അല്ലെങ്കിൽ ആശുപത്രിയുടെ അടുത്ത് നിന്നിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെങ്കിൽ ആശുപത്രി കെട്ടിടം തകരും, അതിനകത്തുള്ള രോഗികൾ മരിക്കും. അല്ലെങ്കിൽ അഭയാർത്ഥി ക്യാമ്പുകളുടെ അടുത്ത് നിന്നാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അഭയാർത്ഥികൾ ക്യാമ്പുകളിലുള്ള അന്തേവാസികൾ അഭയാർത്ഥികളായിരിക്കുന്നവർ അവർ കൊല്ലപ്പെടും. അപ്പോൾ ഇത് പുറത്ത് എന്നിട്ട് ഇവരുടെയൊക്കെ പടം കാണിച്ചിട്ട് പലസ്തീൻ തീവ്രവാദികൾ ലോകത്തുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റും എന്നാണ് പറയുന്നത്. ഇതാ ഇസ്രായേലിന് ഒരു മനസാക്ഷിയുമില്ല, കണ്ണു മൂക്കുമില്ല, ഹൃദയം എന്ന് പറഞ്ഞ സാധനമില്ല. കണ്ടില്ലേ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്തേക്കാണ് ഒരു മിസൈൽ വിട്ട് കുഞ്ഞുങ്ങളെ കൊന്നതെന്നൊക്കെ. ഇത് കമ്പ്യൂട്ടറാണ് അങ്ങോട്ടേക്ക് ഇത് വിട്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം. അവർ ആ വിധത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇസ്രായേലിനുള്ളിലേക്ക് ഒരു മിസൈൽ വന്ന് വീണാൽ അല്ലെങ്കിൽ ഒരു റോക്കറ്റ് വന്ന് വീണാൽ ഉടനെ തന്നെ എവിടെ നിന്നാണോ വിട്ടിരിക്കുന്നത് അവിടേക്ക് ഒരു റോക്കറ്റ് തിരിച്ചു വിടുക എന്നുള്ളത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കമ്പ്യൂട്ടറാണ് ഇതെല്ലാം ഇത് ചെയ്യുന്നത്. അല്ലാണ്ട് കമ്പ്യൂട്ടറിന് അറിയില്ല അതവിടെ ആശുപത്രിയാണോ സ്കൂളാണോ എന്ന് അറിയുന്നില്ല. വന്നത് എവിടെ നിന്നാണോ അവിടേക്ക് അപ്പം തന്നെ തിരിച്ചു വിടും. അത് ഇവർ ഉപയോഗിക്കുകയാണ്, ഈ പലസ്തീൻ തീവ്രവാദികൾ ഉപയോഗിക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നു? ഇത് വെച്ച് സ്വന്തം ജനങ്ങളെ കുരുതി കൊടുത്തിട്ട് അവരുടെ ആ ശവം കാണിച്ച് പലസ്തീനിൽ കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്ന പേരിൽ നല്ലൊരു ഫണ്ട് ലോക ജനതകളിൽ നിന്ന് ഇവർ ഒപ്പിച്ചെടുക്കും. ഈ ഫണ്ടിലെ തുകകളൊക്കെ ചിലവാകുന്നത് പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയല്ല, തീവ്രവാദികൾക്ക് ആയുധം വാങ്ങാൻ വേണ്ടിയാണ്. അതാണ് ഇതിൻ്റെ പുറകിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ യുദ്ധതന്ത്രം, ഹമാസിൻ്റെ യുദ്ധതന്ത്രം എന്ന് പറയുന്നത് ഇതാണ്. ഇവർ ഈ പലസ്തീനിലെ മനുഷ്യരെ മറയാക്കി നിർത്തിക്കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. ഹമാസിൻ്റെ കമാൻഡർമാരെല്ലാം ഗാസയിൽ വന്നു കഴിഞ്ഞാൽ ജനവാസ മേഖലയിലാണ് താമസിക്കുക. ഇസ്രായേലിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് അവർ മാറുകയേയില്ല. അതുകൊണ്ട് എന്താണ് ഉണ്ടാകാമെന്നറിയാമോ? ഇപ്പം ഇന്നലെ ഹമാസിൻ്റെ അൽ-അക്സ ബ്രിഗേഡ് ഉണ്ട്, അവരുടെ സായുധ വിഭാഗം. അൽ-അക്സ ബ്രിഗേഡിൻ്റെ 3 കമാൻഡർമാരെയൊക്കെയാണ് ഇസ്രായേൽ വധിച്ചത്. അവരെ വധിക്കാൻ വേണ്ടിയിട്ട് മിസൈൽ വിട്ട് കഴിഞ്ഞപ്പോൾ അവർ മാത്രമല്ല മരിച്ചത്, അവർ ജനങ്ങളുടെ ഇടയിലല്ലേ, സ്വാഭാവികമായിട്ട് ആ ജനങ്ങളും കൊല്ലപ്പെടുകയാണ്. പക്ഷെ ഇസ്രായേലിന് വേറെ നിവൃത്തിയില്ല ഇത് ചെയ്യാണ്ട്. കാരണം ഇവരെ ജീവനോടെ വിട്ട് കഴിഞ്ഞാൽ ഇവർ വീണ്ടും ആക്രമണം നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ തലയായിരിക്കുന്നവരെ തന്നെ തകർത്ത് കളയുക. ഇതാണ് ഇസ്രായേൽ നോക്കുന്നത്. ഹമാസിന് അങ്ങനെയൊന്നുമില്ല. അവർ ചുമ്മാ സിവിലിയൻസിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ റോക്കറ്റ് വിടുകയാണ്, ചറപുറം റോക്കറ്റ് വിടുകയാണ് ഹമാസ്. എന്നാൽ ഇസ്രായേൽ അങ്ങനെയല്ല, ചറവറ വിടുന്നതൊന്നുമല്ല, കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് നേതാക്കന്മാരായിരിക്കും എവിടെയാണോ ഉള്ളത് അവരുടെ ഇതിലേക്കാണ് ആ മിസൈൽ വിടുന്നത്.
അവർ താമസിക്കുന്ന കെട്ടിടത്തിലേക്ക്. പക്ഷേ അതെപ്പോഴും സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേ അവർ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് സാധാരണക്കാർ കൊല്ലപ്പെടും. അപ്പോൾ സ്വന്തം ജനങ്ങളെ കുരുതി കൊടുക്കാൻ ഒരു മടിയും ഇല്ലാത്തവരാണ് ഈ പലസ്തീൻ നേതാക്കളെല്ലാവരും തന്നെ. അവർക്കാർക്കും ആ പലസ്തീൻ ജനതയുടെ കാര്യത്തിൽ ഒരു വിചാരവും ഇല്ല. ഇപ്പോൾ നമ്മൾ തമിഴ് പുലികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊരിക്കലും ഇങ്ങനെ ചെയ്തിരുന്നില്ല. പ്രഭാകരനടക്കമുള്ള തമിഴ് പുലി നേതാക്കന്മാരാരും ജനങ്ങളുടെ ഇടയിൽ ഇരുന്നുകൊണ്ടല്ല ഇത് ചെയ്തത്. ജനങ്ങൾ വേറെ, തമിഴന്മാർ വേറെ, തമിഴ് പുലികൾ വേറെ എന്നുള്ള നിലയിൽ തന്നെയാണ് നിന്നിരുന്നത്. യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ ഒരിക്കലും തമിഴന്മാർക്ക് എന്തെങ്കിലും പറ്റരുത്, സാധാ തമിഴന്മാർ സിവിലിയൻസ് ആയിരിക്കുന്ന തമിഴന്മാർക്കൊന്നും പറ്റരുതെന്നുള്ള ആഗ്രഹം പ്രഭാകരനും കൂട്ടർക്കും ഉണ്ടായിരുന്നു. അത് ആ ഒരു തമിഴ് മക്കളെ സ്നേഹിച്ചിരുന്നുകൊണ്ടാണ്. പക്ഷേ അതുപോലെ ഒരു സ്നേഹമൊന്നും ഇവർക്ക് ഈ ഹമാസിനോ അല്ലെങ്കിൽ അതുപോലെ PLOയുടെ ആൾക്കാരാകട്ടെ അവർക്ക് ആർക്കും സ്വന്തം ജനങ്ങളോടില്ല. സ്വന്തം ജനങ്ങളെ കുരുതി കൊടുത്ത് പരമാവധി പണം പുറമേ നിന്ന് ഫണ്ട് പലസ്തീൻ സഹായ ഫണ്ടിലേക്ക് പരമാവധി പണം ഉണ്ടാക്കിയെടുക്കുക. ആ പണം കൊണ്ട് യൂറോപ്പിലോ അല്ലെങ്കിൽ ദുബായിലോ ഒക്കെ ഈ നേതാക്കന്മാർ ആഡംബര ജീവിതം നയിക്കുകയും ചെയ്യുന്നു. ഭീകര സംഘടനയായ ഹമാസിന്റെ ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട മലയാളി നേഴ്സ് സൗമ്യ സന്തോഷിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളിലും പ്രതികരണങ്ങളിലും കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ആരെയൊക്കെയോ ഭയക്കുന്നത് പോലെ തോന്നി. എന്താണ് ഇക്കാര്യത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? ഇസ്രായേലിനെതിരെയുള്ള പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് ഡോളറാണ് ഓരോ വർഷവും ഹമാസും PLOയും ചിലവഴിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ആളുകളെ ഇവർ വിലക്കെടുക്കും. എന്നിട്ട് ഇസ്രായേലിനെതിരായും പലസ്തീനികൾക്ക് അനുഭാവമായും അവരെ കൊണ്ട് പുസ്തകങ്ങൾ എഴുതിക്കും. ഇതിനു വേണ്ടി നല്ലൊരു തുക അവർ ചിലവഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ പുസ്തകങ്ങൾ ഓരോരോ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്താൻ വേണ്ടിയും ഇവർ കോടികൾ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിക്കുന്ന സാധാരണക്കാരുടെ മനസ്സിൽ ഇസ്രായേൽ ഒരു ഭീകരരാഷ്ട്രമാണ്, അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു ഇമേജാണ് വരിക. ഇസ്രായേൽ ഭീകരരാഷ്ട്രം, പലസ്തീനാണെങ്കിൽ ഇസ്രായേലിൻ്റെ ക്രൂരതകളെല്ലാം അനുഭവിക്കുന്ന വെറും ഇര എന്നുള്ള നിലയിലാണ് ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഇമേജ് അതാണ്. അപ്പോൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ പാർട്ടിക്കാർക്കും ഇങ്ങനൊരു വിചാരം ഉണ്ടാവും. ഇതൊക്കെ വായിക്കുന്ന ഏതൊരു പാർട്ടിയിൽപ്പെട്ടവനായാലും ശരി ഈ ഒരു വിചാരം ഉണ്ടാവും. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഈ വിചാരം ഉണ്ടാവും. കാരണം ആരംഭകാലത്തൊക്കെ ഞാനും ശക്തമായിട്ട് പലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടന്നിരുന്ന ആളാണ്. ഇസ്രായേലിനെതിരായിട്ട് പലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. കാരണം നമുക്ക് കിട്ടിയിരുന്നത് ഇങ്ങനെയുള്ളതാണ്. പിന്നെ ഇൻ്റർനെറ്റൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നത്. വിവരങ്ങൾ മറച്ചു വയ്ക്കാൻ പറ്റാതായി കഴിഞ്ഞപ്പോൾ മറുവശം ഇസ്രായേലിൻ്റെ ഭാഗം എന്താണെന്നുള്ളത് നമ്മൾ അറിയുന്നത് ഇൻ്റർനെറ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ചിന്തയിൽ നടക്കുന്ന, അതായത് ഇസ്രായേൽ ഒരു ഭീകരരാഷ്ട്രമാണ്, പലസ്തീനികൾ നിരപരാധികളാണെന്നുള്ള ആ ചിന്തയിൽ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ കിട്ടുന്ന സ്റ്റേജുകളിലെല്ലാം ഇസ്രായേലിനെതിരെ പ്രസംഗിക്കും. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വോട്ട് ബാങ്കായി കിടക്കുന്ന രാജ്യങ്ങളിലെ രാഷ്ട്രീയക്കാർ കൂടുതൽ ശക്തമായിട്ട് ഇസ്രായേലിനെതിരെ സംസാരിക്കും. അപ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ ഇസ്രായേലിനെതിരെ ഒരു പൊതുബോധം രൂപപ്പെട്ടു വരികയും ചെയ്യും. ഇത് ഒരു വശമാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള പല മാധ്യമ പ്രവർത്തകരെയും പലസ്തീനികൾ വിലക്കെടുത്തിട്ടുണ്ട്. അത് പല വിധത്തിലാണ്. ചിലർ ഇസ്രായേലിനെതിരെ വ്യാജ വാർത്തകൾ തന്നെ കൊടുക്കാൻ തയ്യാറാകും. അവരുടെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നുണകൾ തന്നെ പ്രചരിപ്പിക്കാൻ അവർ തയ്യാറാകും. ചിലർ അത് ചെയ്യുകയില്ല. അവർ പകരം എന്താണെന്ന് വെച്ചാൽ ഹമാസോ മറ്റ് പലസ്തീൻ ഭീകര സംഘടനകളോ ഇസ്രായേലിനെതിരെ ചെയ്യുന്ന ക്രൂരതകൾ മറച്ചു വയ്ക്കും. ഇസ്രായേൽ തിരിച്ചടിച്ചാൽ, നിവൃത്തിയില്ലാണ്ട് ഇസ്രായേൽ തിരിച്ചടിച്ചെന്ന് വെച്ചോ, അതുമാത്രം റിപ്പോർട്ട് ചെയ്യുകയാണ്. ഫുൾ കവറേജ് കിട്ടുകയാണ്. ഫുൾ കവറേജിൽ ഇസ്രായേൽ ഇത്ര റോക്കറ്റ് വിട്ടു, അല്ലെങ്കിൽ ഇസ്രായേൽ ഇത്ര പേരെ കൊന്നു, ഇത്ര പലസ്തീനികളെ കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കവറേജ്. പക്ഷെ അതിനു മുമ്പ് ഇസ്രായേലിന് നേരെ വന്ന ബോംബാക്രമണം അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ വന്ന മിസൈലുകൾ, ഇങ്ങനെയുള്ള ഈ ഇതിനെപ്പറ്റി ഒന്നും മിണ്ടുകയില്ല. ഇതൊന്നും മിണ്ടാതെയുള്ള റിപ്പോർട്ടാണ്. ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. കേരളം പോലെയുള്ള ഇടങ്ങളിൽ മാധ്യമപ്രവർത്തകരെ വിലക്കെടുക്കുകയും പത്രമുതലാളിമാരെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിനെ കുറിച്ചുള്ള സത്യസന്ധമായ വാർത്ത വന്നാൽ, അല്ലെങ്കിൽ ഹമാസ് ചെയ്യുന്ന ക്രൂരതകളെക്കുറിച്ച് എഴുതിയാൽ മുസ്ലിങ്ങൾ പത്രം ബഹിഷ്കരിക്കുമോ എന്ന പേടിയിലാണ് പത്രമുതലാളിമാരുള്ളത്. ചാനൽ മുതലാളിമാർക്കും ഈ പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സത്യസന്ധമായൊരു റിപ്പോർട്ട് മലയാള മാധ്യമങ്ങളിൽ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. മലയാളിയായ സൗമ്യ സന്തോഷ് എന്നൊരു സഹോദരി ഹമാസ് തീവ്രവാദികളുടെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അതിനൊരു അനുശോചനം പറയാൻ പോലും കേരളത്തിലെ രാഷ്ട്രീയക്കാർ ധൈര്യം കാണിച്ചോ? മാണി സി കാപ്പനും ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും വീണ എസ് നായരും അനുശോചനം അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ടത് ഞാൻ മറക്കുന്നില്ല. പക്ഷെ പിന്നീട് ആ പോസ്റ്റുകൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാമോ? വീണ എസ് നായർ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു, ക്ഷമയും പറഞ്ഞു. മാണി സി കാപ്പനും ഉമ്മൻചാണ്ടിയും പിണറായിയും പോസ്റ്റുകൾ എഡിറ്റ് ചെയ്യുകയും ചെയ്തു. ഒരു മുഖ്യമന്ത്രിയുടെയും മുൻ മുഖ്യമന്ത്രിയുടെയും MLAയുടെയും അവസ്ഥയാണിത്.
സ്വന്തം നാട്ടുകാരിയായ ഒരു സ്ത്രീ ഇസ്രായേലിൽ വെച്ച് ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ മരിച്ചപ്പോൾ അതിനൊരു അനുശോചനം അറിയിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കേരളം മാറിയിരിക്കുകയാണ്. അനുശോചനം അറിയിക്കണമെങ്കിൽ പോലും ഇവിടെ ചില ആൾക്കാരുടെയൊക്കെ അനുവാദം വേണം. അവരുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രമേ അനുശോചനം പറയാൻ പറ്റുള്ളൂ. അവരുദ്ദേശിക്കുന്ന വാക്കുകളെ ഈ അനുശോചനത്തിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അവർക്കിഷ്ടമില്ലാത്ത വാക്കുകളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടാകും. അവരെ പേടിച്ചാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, മുൻ മുഖ്യമന്ത്രി ആയാലും MLA ആയാലും MLA ആകാൻ പോകുന്ന ആൾക്കാരായാലും എല്ലാ രാഷ്ട്രീയക്കാരും ഇവരെ പേടിച്ചാണ് ഇരിക്കുന്നത്. ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയക്കാരും ഈ വിധത്തിലാണ് മുസ്ലിങ്ങളെ ഭയപ്പെടുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ പലസ്തീൻ വിഷയം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതെപ്പോഴും മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ പലസ്തീനിന് അനുകൂലമായും ഇസ്രായേലിന് പ്രതികൂലമായും മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുള്ളൂ. പിന്നെ ഇപ്പോൾ ഇത് ഇൻ്റർനെറ്റ് യുഗമായതുകൊണ്ട് നമുക്ക് സത്യം അറിയാൻ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രമല്ല, അവരൊന്നും ആശ്രയിക്കേണ്ട ആവശ്യമേ ഇല്ല ഇപ്പോൾ. കാരണം ഒരു വീഡിയോ, ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഇത് കാണുന്ന ഏതൊരാൾക്കും അത് റിപ്പോർട്ട് ചെയ്യാം. ഇപ്പോഴും ഈ വിഷയത്തിൽ മലയാളികളായിരിക്കുന്ന ആൾക്കാർ, ഇസ്രായേലിലെ മലയാളികളായിരിക്കുന്ന ആൾക്കാർ ചെയ്ത വ്ളോഗുകളുണ്ട്. അവർ വീഡിയോ അവരുടെ വ്ളോഗിലേക്ക് ഇടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പല ആളുകളും സത്യം മനസ്സിലാക്കിയത് എന്താണെന്ന്. അല്ലെങ്കിൽ പതിവ് പോലെ നമ്മൾ ഇസ്രായേൽ അങ്ങോട്ട് മിസൈൽ വിട്ട കാര്യം മാത്രമേ അറിയുള്ളൂമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇസ്രായേലിലേക്ക് വരുന്ന മിസൈലുകൾ അയൺ ഡോമിൽ നിന്ന് മിസൈൽ പോയിട്ട് അതൊക്കെ തകർത്ത് കളയുന്നത്, അങ്ങനെ ആ തകർത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചീളുകളെല്ലാം വന്ന് ഇവിടെ വീഴുന്നത്, ഇതൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അത് ഈ ഇൻ്റർനെറ്റ് യുഗമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ സേവ് ഗാസ എന്നും പറഞ്ഞ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൽ എല്ലാവരും അവരെ പഞ്ഞിക്കിടുന്നത്. നമുക്കറിയാവുന്നതുപോലെ ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനതയാണല്ലോ ഇസ്രായേൽ. താങ്കളൊരു ബൈബിൾ സ്കോളർ കൂടിയാണല്ലോ. എന്താണ് ലോകരാജ്യങ്ങളിൽ ഇസ്രായേലിനെ ഇത്രയധികം വ്യത്യസ്തമാക്കുന്നത്? ഇസ്രായേലിനെ കുറിച്ചുള്ള ധാരാളം പ്രവചനങ്ങൾ ബൈബിളിലുണ്ട്. ആ പ്രവചനങ്ങളിൽ കുറേയൊക്കെ നിവൃത്തിയായിട്ടുണ്ട്, ഇനിയും കുറേ നിവൃത്തിയാകാനും ഉണ്ട്. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെയും എൻ്റെ നിയമങ്ങൾ ധിക്കരിക്കുകയും പ്രമാണങ്ങൾ വെറുത്ത് നിങ്ങൾ ഉടമ്പടിയൊക്കെ ലംഘിക്കുകയൊക്കെ ചെയ്താൽ ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങളെ വെറുക്കും. ഞാൻ നിങ്ങളുടെ പട്ടണങ്ങൾ വിജനമാക്കും, നിങ്ങളുടെ വിശുദ്ധ സ്ഥലങ്ങൾ ഞാൻ ശൂന്യമാക്കും, നിങ്ങളുടെ ദേശം ഞാൻ ശൂന്യമാക്കും. അവിടെ വസിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിനെപ്പറ്റി ആശ്ചര്യപ്പെടും. ഇത്രയും ഉണ്ടായിരുന്ന ഇതൊക്കെ ഇങ്ങനെ ശൂന്യമായി പോയല്ലോ എന്നോർത്ത് ആശ്ചര്യപ്പെടുമെന്നാണ് ദൈവം പറയുന്നത്. മാത്രമല്ല പിന്നെ പറയുന്നുണ്ട്, ജനങ്ങളുടെ ഇടയിൽ ഞാൻ നിങ്ങളെ ചിതറിക്കും, ഞാൻ നിങ്ങളുടെ ദേശം ശൂന്യവും പട്ടണവും വിജനവുമാക്കും എന്നാണ് പറയുന്നത്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം ഇസ്രായേലിനോട് പറയുന്നത്, ജനനിബിഡമായ നഗരങ്ങൾ ശൂന്യമാക്കപ്പെടും, ദേശം നിർജ്ജനമായി തീരും, അപ്പോൾ ഞാനാണ് കർത്താവ് എന്നുള്ള കാര്യം നിങ്ങൾ അറിയും എന്നാണ്. ഇനി നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ നോക്കിയാൽ അവിടെ ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവിൻ്റെ കോപം നിങ്ങൾക്കെതിരായി ജ്വലിക്കും, മഴയുണ്ടാകാതിരിക്കാൻ അവിടുന്ന് ആകാശം അടച്ചു കളയും, ഭൂമി വിളവ് നൽകുകയില്ല. അങ്ങനെ കർത്താവ് നൽകുന്ന വിശിഷ്ട ദേശത്ത് നിന്ന് നിങ്ങൾ വളരെ വേഗം അറ്റുപോകും എന്നാണ് നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ദൈവം പറഞ്ഞത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഈ പ്രവചനങ്ങളെല്ലാം അക്ഷരം പ്രതി നിറവേറിയെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതൊരാൾ നോക്കിയാലും അവർക്ക് അറിയാൻ പറ്റും ഇതെല്ലാം അങ്ങനെ തന്നെ നിറവേറി എന്നുള്ളത്. അനുസരണക്കേട് കാണിച്ച ഇസ്രായേൽ ജനം ആ പ്രദേശത്ത് നിന്നും ചിതറിക്കപ്പെട്ടു. ഇസ്രായേൽ പ്രദേശം പാഴും ശൂന്യവുമായി നൂറ്റാണ്ടുകളോളം കിടക്കുകയും ചെയ്തു. 1867 സുപ്രസിദ്ധ സാഹിത്യകാരനായ മാർക്ക് ട്വെയിൻ ഇവിടെ സന്ദർശിച്ചപ്പോൾ ജസ്രീൽ താഴ്വരയിൽ ചുറ്റുമുള്ള 30 മൈലിനുള്ളിൽ ഒരു ഗ്രാമം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞത്, ഇനി ഒരിക്കലും ആ പഴയ ബൈബിളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത് പോലെയുള്ള ആ കാഴ്ചകൾ, നമ്മുടെ മനസ്സിനെ ഉദ്ദീപിപ്പിക്കുന്ന ആ കാഴ്ചകളൊന്നും ഇനി ഒരിക്കലും ഈ താഴ്വരയിൽ സംഭവിക്കാൻ പോകുന്നില്ല. അതിൻ്റെ ഏതൊരു വശത്തേക്ക് നോക്കിയാലും 30 മൈലുകൾക്കുള്ളിൽ ഒരു ഗ്രാമം പോലും കാണാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 2-3 ഇടങ്ങളിലെ ബദൂവിയൻ സത്രങ്ങളുണ്ടായിരുന്നു. ഈ വരുന്ന തീർത്ഥാടകരായിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് തങ്ങാനുള്ള സ്ഥലങ്ങൾ. അതല്ലാതെ വേറെ സ്ഥിരമായിട്ടുള്ള ഒരു പാർപ്പിട സ്ഥലവും ഇല്ല അവിടെ. ഒരാൾ ഇതിലെ 10 മൈൽ കുതിരപ്പുറത്ത് പോയാലും 10 മൈൽ കുതിരനെ ഓടിച്ചാലും 10 മനുഷ്യരെ പോലും കാണാൻ സാധിക്കില്ല എന്നാണ് ഇന്നസെൻസ് അബ്രോഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ മാർക്ക് ട്വെയിൻ എഴുതിയത്. പിന്നെ വേറെ ഒരിടത്ത് അദ്ദേഹം പറയുന്നുണ്ട് വേറെ പ്രദേശങ്ങളെക്കുറിച്ച്. നസ്രത്ത് പരിത്യജിക്കപ്പെട്ടിരിക്കുകയാണ്. 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് യോശുവയുടെ അത്ഭുതം അതിനെ വിട്ടതുപോലെയാണ് ഇപ്പോൾ ശപിക്കപ്പെട്ട എരിഹോ തകർന്നടിഞ്ഞ് കിടക്കുന്നത്. പിന്നെ ബത്ലഹേമാണെങ്കിൽ അത് ദാരിദ്ര്യത്തിലും അപമാനത്തിലുമാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് ബത്സയിദയും കോറസീനും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി. ഈ ആളുകൾ
ഒരിക്കൽ രക്ഷകൻ്റെ ശബ്ദം കേട്ടിരുന്നത്. അവർ അത്ഭുതത്തിൻ്റെ അപ്പം തിന്നതുമായ അതിനു ചുറ്റുമുള്ള ഈ മരുപ്രദേശങ്ങളൊക്കെ ഏകാന്തതയുടെ നിശബ്ദതയിൽ ഉറങ്ങുകയാണ്. ഹിംസ്ര പക്ഷികളും പതിയിരിക്കുന്ന കുറുനരികളും മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ എന്നൊക്കെയാണ് മാർക്ക് ട്വെയിൻ ഇന്നസെൻസ് അബ്രോഡ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് എഴുതിയത്. അനുസരണക്കേടിന് ചിതറിക്കപ്പെടും എന്നുള്ള ആ ബൈബിൾ പ്രവചനങ്ങൾ അങ്ങനെ തന്നെ ഇസ്രായേലിൽ നിറവേറി. അതുമാത്രമല്ല, തിരിച്ചു വരുമെന്നും ദൈവം പറഞ്ഞിരുന്നു. ഇസ്രായേലിനെ തിരിച്ച് പഴയ സ്ഥലത്ത് കൊണ്ടുവന്ന് കുടി പാർപ്പിക്കും എന്നുള്ളൊരു വാഗ്ദത്വവും ദൈവം അവർക്ക് നൽകിയിരുന്നു. അതിനെക്കുറിച്ചും കൂടി ഞാൻ പറയാം. ഈ സെഫന്യാ പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേലിനോട് പറയുന്നത് ഇപ്രകാരമാണ്: നിന്റെ മർദ്ദകരെയെല്ലാം അന്ന് ഞാൻ ശിക്ഷിക്കും, മുടന്തരെ ഞാൻ രക്ഷിക്കും, പുറന്തള്ളപ്പെട്ടവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും, അവരുടെ ലജ്ജയെ ഞാൻ സ്തുതിയും ഭൂമി മുഴുവൻ വ്യാപിച്ച കീർത്തിയും ആക്കും. അന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന അന്ന് ഞാൻ നിങ്ങളെ സ്വദേശത്തേക്ക് കൊണ്ടുവരും. നിങ്ങൾ കാണുക നിങ്ങളുടെ സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കുമ്പോൾ നിങ്ങളെ എല്ലാ ജനതകളുടെയും ഇടയിൽ ഞാൻ പ്രഖ്യാതരും പ്രകീർത്തിതരും ആക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. സെഫാനിയ 3:19-20 വാക്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ ആമോസ് പ്രവാചകനിലൂടെ ദൈവം ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ട്: എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവരതിൽ വസിക്കും. മുന്തിരിത്തോപ്പുകൾ നട്ടുപിടിപ്പിച്ച് അവർ വീഞ്ഞു കുടിക്കും. അവർ തോട്ടങ്ങൾ ഉണ്ടാക്കി ഫലം ആസ്വദിക്കും. അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടു വളർത്തും. ആരും അവരെ പിഴുതെറിയുകയില്ല. ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. ആമോസ് 9-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളാണ്. അതുപോലെ എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവം പ്രകാരം അരുളി ചെയ്തിട്ടുണ്ട്: ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകളുടെ ഇടയിൽ ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ ഭവനത്തെ ഞാൻ ഒന്നിച്ചു കൂട്ടും. ജനതകളുടെ മുമ്പിൽ വെച്ച് ഞാൻ എൻ്റെ വിശുദ്ധി അവരിൽ വെളിപ്പെടുത്തും. എൻ്റെ ദാസനായ യാക്കോബിന് ഞാൻ നൽകിയ അവരുടെ സ്വന്തം ദേശത്ത് അവർ വസിക്കും. അവർ അവിടെ സുരക്ഷിതരായിരിക്കും. അവർ വീട് പണിയുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും ചെയ്യും. അവരോട് അവജ്ഞയോടെ പെരുമാറിയ ചുറ്റുമുള്ളവരുടെ മേൽ ഞാൻ വിധി നടത്തുമ്പോൾ അവർ സുരക്ഷിതരായിരിക്കും. ഞാനാണ് തങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. എസെക്കിയേൽ 28-25-26 വാക്യങ്ങളാണ്. അതുപോലെ തന്നെ എസെക്കിയേൽ പിന്നെയും പറയുന്നുണ്ട്: ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരുമെന്ന് എസെക്കിയേൽ 36-24 പറയുന്നുണ്ട്. ഇനിയും ധാരാളം സ്ഥലത്ത് ഇപ്രകാരമുള്ള പ്രവചനങ്ങളുണ്ട്. വാഗ്ദത്തം, ഇസ്രായേലിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും, അവിടെ പാർപ്പിക്കും എന്നുള്ളത്. ഒരു വാക്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ശൂന്യമായി കിടക്കുന്ന ഈ സ്ഥലങ്ങളെ യഹൂദന്മാർ കാശ് കൊടുത്ത് ആധാരമെഴുതി സാക്ഷികളെ കൊണ്ട് ഒപ്പുവെച്ച് വിലയ്ക്ക് വാങ്ങും എന്ന് ജെറമിയ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ ജനത്തിൻ്റെ മേൽ വലിയ അനർത്ഥങ്ങൾ വരുത്തി. അതുപോലെ തന്നെ അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നന്മകളും ഞാൻ അവരുടെ മേൽ വർഷിക്കും. മനുഷ്യരോ മൃഗങ്ങളോ ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു, കൽദയരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് അവർ നിലങ്ങൾ വാങ്ങും. അവർ ബെഞ്ചമിൻ ദേശത്തും ജെറുസലേമിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും യൂദായിലും മലമ്പ്രദേശത്തും താഴ്വരയിലും നെഗേബിലുമുള്ള പട്ടണങ്ങളിലും നിലങ്ങൾ വിലയ്ക്ക് വാങ്ങി ആധാരമെഴുതി മുദ്ര വെച്ച് സാക്ഷികളെ കൊണ്ട് ഒപ്പിടിവിക്കും. ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകും. കർത്താവ് അരുളി ചെയ്യുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 42-44 വരെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇസ്രായേലിനെ കുറിച്ച് ചരിത്രത്തിൽ നിന്ന് വായിച്ചു പഠിക്കുകയും പിന്നീട് ബൈബിളിൽ നിന്ന് അവരെക്കുറിച്ച് വായിക്കുകയും ചെയ്താൽ ഏതൊരു നിരീശ്വരവാദിയും ബൈബിളിലെ ദൈവത്തിൽ വിശ്വസിക്കും. അത്രമാത്രം നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നാം കണ്ടെത്തുക. പിൽക്കാലത്ത് യഹൂദന്മാരുടെ കാര്യത്തിലുണ്ടായ ഓരോ കാര്യങ്ങളും പ്രവചന രൂപത്തിൽ ബൈബിളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഏതൊരാൾക്കും കാണാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ബൈബിളിലുള്ള ഇത്തരം പ്രവചനങ്ങൾ ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ ആത്മീയ വർധനയ്ക്ക് വളരെ നല്ലതാണ്. നമുക്ക് തന്നെ അതെ, ദൈവം വാഗ്ദത്തം ചെയ്താൽ അത് അങ്ങനെ തന്നെ നിവർത്തിക്കുന്നവനാണെന്ന് നമുക്കൊന്നുകൂടി ഉറപ്പോടുകൂടെ മനസ്സിലാക്കുവാൻ ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മളെ സഹായിക്കുന്നതാണ്. ഒരിക്കലും ഈ സംഘർഷം ഒരു യുദ്ധത്തിൽ എത്താതിരിക്കട്ടെ. ഈ വിഷയത്തിൽ ഇത്രയും സമയം നമ്മോട് സംവദിച്ച ശ്രീ അനിൽകുമാർ അയ്യപ്പൻ, നന്ദി.